ഹലോ എവ്രി വൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറോദ കൈറ്റ് ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങിക്കാം, വിൽക്കാം. ഫുൾ ട്യൂട്ടോറിയലാണ്, വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ആൻഡ് വീണ്ടും ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്, അല്ലാണ്ട് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അഡ്വൈസ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയായിട്ട് ഗ്രോ ആപ്പിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ഇവിടെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീറോദ ആപ്പിലേക്ക് നമുക്ക് കിടക്കാം. അതിനുമുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും വെറുതെ നമ്മൾ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള പേര് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. നിങ്ങളത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കണം. അതിനെ വിളിക്കും ഫണ്ടമെൻ്റൽ അനാലിസിസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ വേണമെന്ന്. അപ്പോൾ ആരും പേടിക്കേണ്ട, ഈ ചാനലിൽ ഉടനെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഉടനെ തന്നെ വീഡിയോ വരിക, ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ സീറോദയിൽ കൂടെ നമുക്ക് സ്റ്റോക്സ് വാങ്ങിക്കണമെങ്കിലും വിൽക്കണമെങ്കിലും നമ്മൾ ഈ കൈറ്റ് ആപ്പ് ഉപയോഗിക്കണം. സീറോദ എന്ന് വെറുതെ സെർച്ച് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്ത് സീറോദ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം തന്നെ ഒരു ആഡ് കാണാം. ഏഞ്ചൽ വണ്ണിൻ്റെ വീഡിയോ ആൻഡ് അപ്സ്റ്റോക്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും സീറോദ കൈറ്റ്. അപ്പോൾ സീറോദൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉപയോഗിക്കുന്ന സംഭവമാണ് കൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗ്രോയിൻ്റെ വീഡിയോ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഇത് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം സൈൻ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാം. എല്ലാം ഡീറ്റെയിൽസും പറഞ്ഞുതരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഫുൾ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഡിമാറ്റ് എന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ അതും വീഡിയോസ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വാച്ച് ലിസ്റ്റ്. ഈ വാച്ച് ലിസ്റ്റ് എൻ്റെ വാച്ച് ലിസ്റ്റ് ഒന്നല്ല കേട്ടോ, പണ്ടെപ്പോഴും ആപ്പ് ഓപ്പൺ ചെയ്ത് പണ്ടായി വന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയ ആപ്പായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാച്ച് ലിസ്റ്റ് 2 എടുക്കുന്നു. ഇനി ഈ വാച്ച് ലിസ്റ്റിൻ്റെ നിങ്ങൾക്ക് ഇവിടെ ടോപ്പ് റൈറ്റിൽ കോർണർ ആരോ കാണാം. അത് ഞെക്കിയാൽ നിഫ്റ്റിൻ്റെയും നിഫ്റ്റി ബാങ്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് ഞാൻ സെർച്ച് ചെയ്തു. ഇത് BSEയിലും NSEയിലുണ്ട്. മൊത്തം ഡീറ്റെയിൽസ് ഞാൻ ഗ്രോയിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ NSEയിൽ ഇത് ആഡ് ചെയ്ത് വെക്കുന്നു. എൻ്റെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ. ഞാൻ ഇത് വാങ്ങിച്ചിട്ടൊന്നുമില്ല, ഞാൻ നോക്കി വെക്കാൻ വേണ്ടിയിട്ട് വാച്ച് ലിസ്റ്റിൽ. വേറെ ഫോർ എക്സാമ്പിൾ ഞാൻ റിലയൻസ് ആഡ് ചെയ്ത് വെക്കുന്നു, റിലയൻസും ആഡ് ചെയ്തു. അപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ എനിക്കിങ്ങനെ പ്രോപ്പറായിട്ട് എപ്പോഴും മോണിറ്റർ ചെയ്യാം. നാളെ വാങ്ങിക്കണോ ഇപ്പോൾ വാങ്ങിക്കണോ ഒക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ HDFC നിങ്ങൾ കണ്ടു. താഴെ നിങ്ങൾക്ക് ഓർഡേഴ്സ് കാണാം, പോർട്ട്ഫോളിയോ കാണാം, നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളുടെ കൂട്ടം, ബിഡ്സ് കാണാം, നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമ്മുടെ പ്രൊഫൈലും കാണാം. നമ്മുടെ പ്രൊഫൈലിൽ വന്നാൽ ഫണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ സെറ്റിങ്സും പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണാം. ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ വാച്ച് ലിസ്റ്റ്. നമുക്കൊരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കണം, എങ്ങനെ വിൽക്കണം, അതിലെ സ്റ്റോപ്പ് ലോസ്, GTT അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ സിമ്പിളാണ്. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തു. 2 ഓപ്ഷൻ ഉണ്ട്. ഓബിയസ്ലി ബൈ ഉണ്ട്, സെൽ ഉണ്ട്. സെല്ല് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഷെയർ ഇല്ല. അപ്പോൾ ഞാൻ ബൈ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ വ്യൂ ചാർട്ട് കൊടുക്കാം. ബേസിക്കലി സ്റ്റോക്ക് മേലേക്കും താഴേക്കും പോകുന്നതിൻ്റെ പ്രൈസ് ചാർട്ട്, ഇതിനെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയാം. നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനെ വിളിക്കും ടെക്നിക്കൽ അനാലിസിസ്. ഇനിയിപ്പോൾ അതിൻ്റെയും വീഡിയോ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ HDFCനെ ഞാൻ സ്റ്റോക്ക് എടുക്കുന്നു. ഇനി എനിക്ക് സെറ്റ് അലേർട്ട് കൊടുക്കുക. സെറ്റ് അലേർട്ട് എന്ന് പറയുമ്പോൾ റിമൈൻഡർ, ഈ പൈസ അടിക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരണം, അല്ലെങ്കിൽ നോട്ട്സ് കൊടുക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റ് GTT ഒക്കെ എന്താണെന്നറിയാം. താഴെ നിങ്ങൾക്കൊരു ചാർട്ട് കാണാൻ പറ്റും. ബേസിക്കലി എത്ര ആൾക്കാർ എത്ര പൈസയ്ക്ക് ഓർഡർ വാങ്ങിക്കാൻ കൊടുത്തു. എനിക്ക് 1500 വേണം, എനിക്ക് 2000-ന് 10 വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലേലം വിളി പോലെ ഇവിടെ കാണാൻ പറ്റും. ഇത്ര ആൾക്കാർ വിൽക്കാൻ വേണ്ടി, റെഡിൽ കാണുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ലേലം വിളി പോലെ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പം ആൾക്കാരുടെ ഒരു വാങ്ങിക്കുന്നത്. നമുക്ക് പക്ഷേ ഇതൊക്കെ ഇൻട്രാഡേ, ഇന്ന് വാങ്ങിച്ച് ഇന്ന് വിൽക്കുന്നവർക്ക് അതൊക്കെ ഇമ്പോർട്ടൻറ്റ്, നമുക്കൊന്നും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ്. ഇനി ഡേയിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെൻറ്റൽസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഫണ്ടമെൻ്റൽ കമൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ വീഡിയോ വരും. ഇനി നമ്മൾ ബൈ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ കാണും. ഗ്രോ ആപ്പിൽ ഇത് കുറച്ചും കൂടി സിംപ്ലറാണ്. അതിൻ്റെ അർത്ഥം കുറച്ചുകൂടി ടൂൾസും കുറച്ച് സംഭവങ്ങൾ കുറവാണ്. പക്ഷേ പ്രൊഫഷണൽസിന് ഹെൽപ്ഫുൾ ഇതായിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്കിവിടെ NSEയും BSE ഉണ്ട്. HDFC നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങിക്കാം. രണ്ടും ഏകദേശം സെയിം പ്രൈസാണ്. നമുക്ക് വലിയ മാറ്റർ ഇല്ല. ഇനി റെഗുലർ MTF, AMO, ഐസ്ബർഗ് കവർ എന്താണിത് നമുക്ക് വിഷയമില്ല. നമുക്ക് റെഗുലർ ഓർഡർ സാധാരണ സ്റ്റോക്ക് വാങ്ങിക്കുന്നത്, and അതേപോലെ AMO ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ബേസിക്കലി 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യണം. നാളെ രാവിലെ തന്നെ ഓർഡർ ആവണമെങ്കിൽ നിങ്ങൾക്ക് AMO പ്ലേസ് ചെയ്യാം. അതും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മുടെ റെഗുലർ ഓർഡറിലും നമുക്ക് ക്വാണ്ടിറ്റി എത്ര ഷെയർ വേണം, 1, 2, 30, 20 എനിക്ക് ഒരെണ്ണം മതി തൽക്കാലം. ഓക്കെ, ഇനി ലിമിറ്റ് പ്രൈസ് കൊടുക്കാം. ലിമിറ്റ് പ്രൈസ് എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1921 രൂപ, 22 രൂപയിൽ ഇങ്ങനെ മാർക്കറ്റ് മാറുന്ന കാണാൻ പറ്റില്ലേ. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അത്രയൊന്നും പൈസ ഉണ്ടെങ്കിൽ എനിക്ക് 1920 വാങ്ങിച്ചാൽ മതി. അതാണ് ലിമിറ്റ്. എനിക്ക് ആ പ്രൈസ് എത്തുമ്പോൾ വാങ്ങിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അതാണ് ലിമിറ്റ് പ്രൈസ് വാങ്ങിക്കുമ്പോൾ. ഇനി ഞാൻ ആ ആരോ മാർക്കറ്റില്ല സൈഡിൽ, അത് ഞെക്കിയാൽ മാർക്കറ്റ് പ്രൈസ് ഇപ്പം എന്താണോ അതങ്ങ് വാങ്ങിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ലിമിറ്റ് പ്രൈസ് കൊടുക്കുള്ളൂ 1918. എനിക്ക് തോന്നുന്ന കുറച്ച് കുറയുന്ന. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെഗുലർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരേ ഉള്ളൂ, ഇന്നൊരു ദിവസത്തേക്കുള്ളൂ. നാളെ പ്രൈസ് പറഞ്ഞിട്ട് ഈ ലിമിറ്റ് ഒന്നും വർക്കില്ല, ക്ലോസിങ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോങ് ടേം ആണ് എപ്പോഴും കൊടുക്കേണ്ടത്, ഇൻട്രാഡേ അല്ല. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് നോക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും വേറെ തന്നെ കോൺസെപ്റ്റാണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ലിമിറ്റ് പ്രൈസ് തന്നെയാണ്, പക്ഷേ കൂടിപ്പോയി എത്ര മതി,
ഇത്ര എനിക്ക് മതി, ഇത്രയും ഞാൻ സ്റ്റോക്ക് വാങ്ങിക്കുന്നുള്ളൂ, എനിക്ക് അത്രേ സഹിക്കാൻ പറ്റുള്ളൂ, ഇതിൻ്റെ നഷ്ടം അല്ലെങ്കിൽ ലാഭം എന്താണെന്ന് വെച്ചാൽ ഓക്കെ. ഫോർ എക്സാമ്പിൾ ട്രിഗർ പ്രൈസ് ഉണ്ട്, ഞാൻ പറയാണ് ഇപ്പം 1921 ആണ് പ്രൈസ്, ഞാൻ പറയാണ് ഒരു 1924 വരെ ട്രിഗർ ചെയ്തോ. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുക, പക്ഷേ എപ്പോൾ വരെ പ്ലേസ് ചെയ്യാം, ഞാൻ പറയാണ് 1925 വരെ. ഇപ്പോൾ ഞാൻ 1924 ഓർഡർ പ്ലേസ് ചെയ്തു, അതേസമയം നിങ്ങൾക്ക് പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 1925 വരെ മാത്രം പിടിച്ചാൽ മതി എന്ന് പറയാം. ബേസിക്കലി ഇതൊരു സ്റ്റോപ്പ് ലോസ്, ഇത്ര 1924 പ്ലേസ് ചെയ്തോ, 1925 വരെ മതി, അപ്പോഴാണ് ഓർഡർ പ്ലേസ് ചെയ്യുക. അതാണ് എൻ്റെ മാക്സിമം നഷ്ടം, എനിക്കിത് വാങ്ങിക്കുമ്പോൾ ഇത്രേ സഹിക്കാൻ പറ്റുള്ളൂ, ഇത്രയും പൈസയ്ക്ക് ഞാൻ വാങ്ങിക്കുള്ളൂ. ഇതൊരു ലേലം വിളി പോലെ ഓക്കെ. സ്റ്റോപ്പ് ലോസും നമുക്ക് വലിയ ആവശ്യമില്ല. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാർക്കറ്റ് പ്രൈസ് മതി, ലിമിറ്റ് പ്രൈസ് തന്നെ വേണ്ട. അപ്പം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മാർക്കറ്റ് പ്രൈസ് കൊടുക്കുന്നു. ഇനി എന്താണ് GTT? എല്ലാവർക്കും നല്ലതാണ്, അത് ലോങ് ടേം ആയിക്കോട്ടെ ഷോർട്ട് ടേം ആയിക്കോട്ടെ എല്ലാം നല്ലതാണ്. ഗുഡ് ടിൽ ട്രിഗേർഡ് അങ്ങനെ പറയണത് എന്താണ്, ബേസിക്കലി ഞാൻ ലോൺ ആക്കിയത് എനിക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ 1920 സാധനം വാങ്ങിക്കുന്നു, ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് വാങ്ങിക്കുന്നു. ഇനി എനിക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് വെക്കാം. ഫോർ എക്സാമ്പിൾ ഈ സ്റ്റോക്ക് എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നാളെ ഇപ്പോൾ എന്തെങ്കിലും ന്യൂസ് വന്നാൽ ചിലപ്പോൾ ഡൗൺ ആവും, നാളെ ചിലപ്പോൾ നല്ല കാര്യം വന്നാൽ ചിലപ്പോൾ അപ്പ് ആവും. അപ്പോൾ എനിക്ക് നല്ല ലാഭമുള്ളപ്പോൾ വിൽക്കണം. അപ്പോൾ എനിക്ക് ടാർഗറ്റ് പ്ലേസ്, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ 10% മേലേക്ക് പോയാൽ ഓക്കെ, എന്തോ കാരണം കൊണ്ട് 10% മേലേക്ക് പോയാൽ വിറ്റോ ഓക്കെ, അപ്പോൾ എനിക്ക് 10% ലാഭമായി. എനിക്ക് അതേ സമയത്ത് സ്റ്റോപ്പ് ലോസ്, ഇവിടെ നഷ്ടം ശരിക്കും നിർത്തും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം, നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ, ഇനിയിപ്പോൾ 5% താഴേക്ക് പോയാൽ 5% അടിച്ചാൽ വിറ്റോ, ഒന്നും നോക്കണ്ട, എന്നോട് ചോദിക്കേണ്ട, നിങ്ങൾ ആരോട് ചോദിക്കേണ്ട, നിങ്ങളൊന്ന് വിറ്റോ. അപ്പോൾ എനിക്ക് നഷ്ടം നിർത്തി, അവിടെയാണ് ശരിക്കത്തെ സ്റ്റോപ്പ് ലോസ് വരിക. ഇത് നാം വാങ്ങിച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഓക്കെ. ഇനി ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കാറുള്ള ടാർഗറ്റാണ്, അതൊരു നല്ലൊരു ഫീച്ചറാണ്. കാരണം നിങ്ങൾ പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് HDFC കുറേ കാലം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കും, അപ്പോൾ നമുക്ക് 20% കൊടുക്കാം, അപ്പോൾ എന്തെങ്കിലും 20% ലാഭം തരുമ്പോൾ വിറ്റോളും ഓക്കെ. GTT കൊടുക്കാം, അപ്പോൾ അതാണ് ഗുഡ് ടിൽ ട്രിഗേർഡ് ഓക്കെ. അതൊരു വർഷത്തേക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞു, സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞു, GTT മാർക്കറ്റ് പ്രൊട്ടക്ഷനിലേക്ക് പോകുന്നില്ല, MTFലേക്ക് പോകുന്നില്ല, മാർജിനൽ ട്രേഡിംഗ് ഫണ്ട് വേണ്ട. പിന്നെ നമുക്ക് AMO എന്ന് പറയുമ്പോൾ നിങ്ങൾ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ സെയിം സംഭവം, വേറെ ഒരു വ്യത്യാസമില്ല. പിന്നെ നമ്മൾ റെഗുലറിലേക്ക് വരുന്നു. അപ്പം ഞാൻ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പോകുന്നത്, ഞാൻ മാർക്കറ്റ് പ്രൈസിൽ ഓർഡർ ചെയ്യുന്നു, പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് രസത്തിന് വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റ് പ്രൈസിൽ അങ്ങ് വാങ്ങിക്കുന്നു ഓക്കെ. അപ്പം ഇവിടെയുള്ള എല്ലാ ടൂൾസും മനസ്സിലാക്കി, NSE BSE എല്ലാം മനസ്സിലാക്കി, ഓവർ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്തെങ്കിലും കൺഫ്യൂഷൻ ഒന്ന് ബാക്ക് അടിക്കുക, കാണാൻ ബൈ ചെയ്യുക. അപ്പോൾ നമ്മൾ HDFCൻ്റെ ഷെയർ ഒരു ക്വാണ്ടിറ്റി വളരെ സിമ്പിളായിട്ട് ലോങ് ടേമിൽ സ്റ്റോപ്പ് ലോസും GTT ഒന്നും ഇല്ലാണ്ട് വെറുതെ വാങ്ങിക്കുകയാണ്. സ്വൈപ്പ് ടു ബൈ കൊടുക്കുന്നു, ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പിക്കുക. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സിലുണ്ടാവും. ഓർഡേഴ്സിൽ എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്, കാരണം ഞാൻ മാർക്കറ്റ് പ്രൈസിൽ കൊടുത്ത് ലിമിറ്റിൽ വല്ലതാണെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടർ അല്ല ഓപ്പണിലുണ്ടാവും, അപ്പോൾ അത് കഴിയുമ്പോഴേ വരുള്ളൂ. GTT ഉണ്ടാവും. നമ്മൾ ഈ സ്റ്റോക്ക് എടുക്കാം ഓക്കെ. ഈ സ്റ്റോക്ക് നമുക്ക് വെറുതെ നോക്കാം, നമ്മുടെ ബൈ കംപ്ലീറ്റ് ആണ്, നമ്മളിതൊക്കെ കഴിഞ്ഞു. ഒരു ക്വാണ്ടിറ്റി ഉണ്ട് 1921.80 മാർക്കറ്റിൽ കംപ്ലീറ്റ് എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് തന്നെ വിൽക്കാം ഓക്കെ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒന്നെങ്കിൽ ഇത് ഇന്ന് വിൽക്കാം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട്, കാരണം സെറ്റിൽമെൻറ്റ് പീരീഡ് ഉണ്ട് 2 ദിവസം. അപ്പോൾ നിങ്ങൾ നാളത്തേക്ക് വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ ഡെലിവറി കിട്ടി. ഇനി നിങ്ങൾക്ക് ഇത് റിട്ടേണോ വിൽക്കണമെങ്കിൽ 2 ദിവസം കഴിയും, ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഷെയർ എവിടേക്ക് വരിക, നമ്മുടെ പൊസിഷൻസിലേക്ക് വരും. നിങ്ങൾക്ക് കാണാം താഴെ പോർട്ട്ഫോളിയോ ഞാൻ സെലക്ട് ചെയ്തു, പൊസിഷൻസിലേക്ക്. ഈ പൊസിഷൻ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡിങ്സിലേക്ക് വരുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നെങ്കിൽ ഈ HDFC ബാങ്കിന് ഈ സ്റ്റോക്കിനെ വയ്ക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷെയർ നമുക്ക് വയ്ക്കാം. അപ്പോൾ 2 രീതിയുണ്ട് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഗ്രോനെക്കാട്ടും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡാണ്, കാണിച്ചു തരാം. ഈ HDFCൻ്റെ നമ്മുടെ പൊസിഷൻ ഞാൻ നിൽക്കി, എക്സിറ്റ് കൊടുത്താൽ നമുക്കത് എക്സിറ്റ് ചെയ്യാതെ വിൽക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ആടെന്ന് പറഞ്ഞാൽ ഇനിയും വാങ്ങിക്കാൻ ഞാനിവിടെ എക്സിറ്റ് കൊടുക്കുന്നു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, താഴെ റൈറ്റ് നിങ്ങൾക്കൊരു ക്രിയേറ്റ് GTT ഗുഡ് ടിൽ ട്രിഗേർഡ് എന്നുള്ളത്, അത് കൂടുമ്പോൾ പൈസ കൂടുമ്പോൾ വിൽക്കാനായിക്കോട്ടെ, പൈസ കുറയുമ്പോൾ വിൽക്കായിക്കോട്ടെ, സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോഫിറ്റേക്ക് ആയിക്കോട്ടെ, എന്താണെങ്കിലും GTT ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക. ഇനി അതല്ല, നമുക്ക് വെറുതെ എക്സിറ്റ് ചെയ്യണം, വേഗം വിൽക്കണമെങ്കിൽ എക്സിറ്റ് കൊടുക്കാം ഓക്കെ. ഇനി റെഗുലർ കൊടുക്കുക, MTF കൊടുക്കുക, AMO കൊടുക്കുക, ഞാൻ ഒന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് അതൊന്നും ആവശ്യമില്ല. റെഗുലറും AMO ഒക്കെ മാക്സിമം മതി ഓക്കെ. ഇനി നമ്മൾ വിൽക്കുമ്പോൾ എന്താണ് നമുക്ക് പറയുന്നത്, ഒരു ക്വാണ്ടിറ്റി, ഒരു സ്റ്റോക്ക് എനിക്ക് ഉള്ളൂ, ഒരു ഷെയർ ഉള്ളൂ, ഞാൻ അത് വിൽക്കുന്നു. മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ആ ആരോ മാർക്കൊക്കെ ലിമിറ്റ് പ്രൈസ് ഇപ്പോൾ 191760 എൻഡ് ചെയ്തത്. അപ്പോൾ ലിമിറ്റ് പ്രൈസ് നമ്മൾ വിൽക്കുമ്പം ഞാൻ പറയണം, എനിക്ക് എത്ര പൈസ എന്ന് പറയാം, എനിക്ക് 1950 വേണം, ഞാൻ പറയാം കൂടുതൽ ഈ പൈസ എത്തുമ്പോൾ വിറ്റാൽ മതി ഓക്കെ. പക്ഷേ ഇവിടെ ലിമിറ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആണ്, ഇന്ന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇനിയിപ്പം മാർക്കറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ നിങ്ങൾ നാളത്തേക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ കൊടുക്കണം ഓക്കെ, AMO കൊടുക്കണം. അപ്പോൾ ഞാൻ ലിമിറ്റ് കൊടുത്തു,
ആൻഡ് ഇതാണ് സംഭവം. ഓക്കെ, ആൻഡ് മോർ കൊടുത്താൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇവിടെ ബേസിക് ആയിട്ട് കുറേ ഡിസ്കഷനിലേക്ക് പോകുന്നു. ഈ നമ്മുടെ ഒരു സ്റ്റോക്ക് ഷെയർ വിൽക്കുമ്പോഴും സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി സെൻസ് ഉണ്ടാക്കാൻ നമുക്ക് വിൽക്കുമ്പോഴാണ്. ബേസിക്കലി പറയുകയാണ്, ഇപ്പോൾ 1917 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചത്, 1900 എത്തുമ്പോൾ നല്ല പെർസെൻറ്റേജ് ഡൗണേ, അപ്പോഴെങ്കിലും വിൽക്കണം, എനിക്ക് അത്ര നഷ്ടം സഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. ട്രിഗർ പ്രൈസ് ആണ് എപ്പോൾ വിൽക്കാൻ തുടങ്ങണം. ഫോർ എക്സാമ്പിൾ 1900 എത്തുമ്പം നിങ്ങൾ വിൽക്കാനുള്ള പരിപാടികൾ തുടങ്ങുക. എന്നിട്ട് കൂടിപ്പോയാൽ എന്താ 1899 വരെ വിൽക്കാൻ. ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം 1900 നിങ്ങൾ വിൽക്കാൻ തുടങ്ങുക, 1899 നിങ്ങൾ വിൽക്കണം. അപ്പം അത്രയും എനിക്ക് മാക്സിമം സഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. നമുക്ക് വെറുതെ വിൽക്കണമെങ്കിൽ അങ്ങനെ വിൽക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഗുഡ് ടിൽ ട്രിഗർ GTT ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി GTT ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രോ പോലെയല്ല, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിൽ എൻ്റർ ചെയ്യണം, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മുടെ GTT ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടൈപ്പ് കാണിച്ചും, ബൈ ആണോ സെല്ലാണോ. നമുക്കിപ്പോൾ സെല്ലിൻ്റെ പ്ലേസ് ചെയ്യാം, കാരണം ബൈനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ട്രിഗർ ടൈപ്പ് സിംഗിൾ ആണോ OCO ആണോ. സിംഗിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ കുറയുമ്പോൾ വിൽക്കണം, അല്ലെങ്കിൽ കൂടുമ്പോൾ വിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, വിൽക്കുന്നതിനെ പറ്റിയിട്ടാണ് സിംഗിൾ ഓർഡർ. ഇനി OCO എന്ന് പറഞ്ഞാൽ വൺ ക്യാൻസൽസ് അതർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ സംഭവം. ഞാൻ രണ്ടും കൂടി കൊടുക്കുക. ബേസിക്കലി 5% താഴുകയാണെങ്കിൽ വിൽക്കണം, 10% കൂടുകയാണെങ്കിൽ വിൽക്കണം. അതാണ് OCO. ഏതെങ്കിലും ഒരെണ്ണം നടക്കുള്ളൂ. ഒന്നുകിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ അത് വിൽക്കും, ഒന്നുകിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുതലാണെങ്കിൽ അത് വാങ്ങിക്കും. രണ്ടും കൂടി നടക്കൂല. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരെണ്ണം കുറയുമ്പോൾ വിൽക്കുക, അതൊരു സിംഗിൾ. അല്ലെങ്കിൽ കൂടുമ്പോൾ വിൽക്കുക, ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഞാൻ OCO ആക്കാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ. അപ്പോൾ നമുക്ക് ട്രിഗർ പ്രൈസ് കൊടുക്കാം. ഓക്കെ, ട്രിഗർ പ്രൈസ് കൊടുക്കാം, നമുക്ക് ടാർഗറ്റ് പ്രൈസ് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പം ഇത്രയും പൈസ കുറഞ്ഞാൽ നിങ്ങളങ്ങ് വിറ്റോ, എനിക്ക് നോക്കണ്ട. ഇപ്പം 1900 അടിക്കുമ്പോൾ അങ്ങ് വിറ്റോ. ലിമിറ്റ് പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0.92%. അപ്പോൾ 1% കുറയുമ്പോൾ നിങ്ങൾ വിറ്റോ. അത് വിൽക്കാനുള്ള സ്റ്റോപ്പ് ലോസ് കുറയുമ്പോൾ. ഓക്കെ, ഇനി അത് കൊടുത്ത് ക്വാണ്ടിറ്റി കൊടുത്തു, പ്രൈസ് കൊടുക്കുന്നു. പ്രൈസ് നമുക്ക് ഇതാണ് ലിമിറ്റ് പ്രൈസാണ്. അപ്പോൾ ഞാൻ 1899 എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, അത് വിഷയമില്ല. ഞാൻ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുമ്പം ലാഭം ഉണ്ടാക്കുമ്പോൾ വിൽക്കുന്നതാണ്. സ്റ്റോപ്പ് ലോസ് തന്നെ പക്ഷേ ഓപ്പോസിറ്റ്. ഇത്രയും ലാഭമായി വിറ്റോ, ഇനി അതിനെക്കാട്ടും കൂടുതലാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് 2000 രൂപ അടിക്കുകയാണെങ്കിൽ വിറ്റോ. അത് നമുക്ക് ലാഭത്തിന് 4.3% അപ്പാവുമ്പോൾ. LTP എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, ബേസിക്കലി സ്റ്റോക്ക് പ്രൈസ്. ഓക്കെ, ലേറ്റസ്റ്റ്. അപ്പോൾ നമുക്ക് ട്രിഗർ നമുക്ക് കൊടുക്കാം. നമുക്ക് എന്താണ് 2000 അല്ലെ അതിൻ്റെ അടുത്തുള്ള പ്രൈസും എല്ലാം ലിമിറ്റായിട്ട് കൊടുക്കാം. ലിമിറ്റ് പ്രൈസ് ക്വാണ്ടിറ്റി കൊടുത്തു. ഓക്കെ, ബേസിക്കലി GTT നമുക്ക് സിംഗിളും ചെയ്യാം, OCO ചെയ്യാം. സിംഗിൾ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഒന്നുകിൽ ട്രിഗർ പ്രൈസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് സെല്ലായിക്കോട്ടെ, കൂടുതലായിക്കോട്ടെ, കുറവായിക്കോട്ടെ, സിംഗിൾ ഉള്ളൂ. നമുക്ക് OCO എന്ന് പറഞ്ഞാൽ കുറയുമ്പോഴും വിൽക്കാം, കൂടുമ്പോഴും വിൽക്കാം. ഓക്കെ, കൺഫ്യൂസ്ഡ് അല്ലാന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷേ നമുക്ക് സാധാരണ മനുഷ്യന് വെറുതെ ഇത് വരിക, എക്സിറ്റ് കൊടുക്കുക. നിങ്ങൾ പറ്റുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, നിങ്ങളിപ്പം ഒരു 5-10 വർഷം കഴിയുമ്പോൾ നല്ല അപ്പായിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ, നിങ്ങൾ ആ മാർക്കറ്റ് പ്രൈസിൽ ലോങ് ടേമിൽ ഒന്നും നോക്കാതെ അങ്ങ് സ്വൈപ്പ് ടു സെല്ല് കൊടുക്കുക, കഴിഞ്ഞു. ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ട. ഇനിയിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ അല്ലെങ്കിൽ അടുത്ത ദിവസം സെല്ലായിക്കോളും. ഇത്രയുള്ള സംഭവം. നിങ്ങൾ GTTയോ സ്റ്റോപ്പ് ലോസോ ലിമിറ്റ് പ്രൈസോ കുറേ ആലോചിക്കേണ്ട ആവശ്യമില്ല. ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ആലോചിക്കേണ്ട. പിന്നെ നിങ്ങൾ കാണാൻ പറ്റും, പോർട്ട്ഫോളിയോയിൽ വന്നാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണാം. അതിൽ ഹോൾഡിങ്സ് ആണ് നിങ്ങളുടെ മൊത്തം സ്റ്റോക്ക്. നിങ്ങൾക്ക് ഇവിടെ പ്ലസ് കാണാം, PNL കാണാം, എത്ര പെർസെൻറ്റേജ് അപ്പാണ്, ഏതൊക്കെ സ്റ്റോക്ക് ഡൗൺ ആണ്, എല്ലാം കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ തൽക്കാലം ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വന്നാൽ നിങ്ങളുടെ ഫണ്ടുകൾ ആഡ് ചെയ്യാനുള്ളത്. ഫണ്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എത്ര ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ട്, എത്ര മാർജിൻ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യുന്ന നെറ്റ് ബാങ്കിങ് കൂടെയും ഗൂഗിൾ പേയിൽ കൂടെ ഒക്കെ പറ്റും. പക്ഷേ നിങ്ങൾ ഈ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിക്കോട്ടെ, ബാങ്ക് ട്രാൻസ്ഫർ ആയിക്കോട്ടെ, അതിൽ കൂടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതോടെ നമ്മൾ സീറോദ കൈറ്റ് ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഷെയർ വാങ്ങിക്കണം, വിൽക്കണം, അതിന് GTT, സ്റ്റോപ്പ് ലോസ്, എല്ലാ ലിമിറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു. ഇപ്പോൾ ഗ്രോൻ്റെ കാണാത്തവർ അത് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തിട്ടേ ഇതിലൊക്കെ എൻ്റർ ചെയ്യാൻ തന്നെ പാടുള്ളൂ. അപ്പം അതിന് വേണമെങ്കിൽ എന്തായാലും ഫണ്ടമെൻ്റൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഏത് ആപ്പ് വേണം, ഏത് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക.